ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചിൻ പോർട്ടിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 67.5K ആയിട്ടുണ്ട്. അതൊരു 100Kയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയാം, ഇത് കരാറടിസ്ഥാനത്തുള്ള നിയമനമാണ് കേട്ടോ. 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഓക്കെ, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കരാറടിസ്ഥാനത്തുള്ള വേക്കൻസിയാണ്, കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇലക്ട്രിക് സൂപ്പർവൈസർ ആൻഡ് ടെക്നീഷ്യൻ, അതുപോലെ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയിലേക്കാണ് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 15ഓളം വേക്കൻസി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് മെയിൽ വഴി അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഈ പറയുന്ന ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര ഉണ്ടോ എന്നതിനനുസരിച്ച് അവർ തീരുമാനിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസി ഉണ്ട്. ജനറലിൽ 3 വേക്കൻസി, OBC 1. അപ്പം എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനൊന്നും വേക്കൻസി ഇല്ല. പക്ഷേ അവർക്ക് ഇതിലേക്ക് ഈ ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. EWS കാൻഡിഡേറ്റ്സിനോ SC/ST OBCക്കോ ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ OBCക്ക് ഒരു വേക്കൻസി, റിസർവ് വേക്കൻസി ഉണ്ടെന്നുള്ളൂ. ഇതിൻ്റെ സാലറി പെർ മന്ത് വരുന്നത് 30,000 പെർ മന്താണ് കിട്ടുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് കണക്കാക്കുന്ന തീയതി എന്ന് പറയുന്നത് 26/8 26/8/2024 നിങ്ങൾക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണം. ഈ 2 പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് BA or BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഈ ബിരുദമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. പക്ഷേ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് വേണ്ട മേഖല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. HT ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല, നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ ഈ പറയുന്ന മെയിൽ വഴി നമ്മളെ അറിയിക്കുന്നത്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന എക്സാം എഴുതാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ നമ്മളോട് പറയും. ഓക്കെ, ഇതിനടുത്ത് ഇവിടെ കാണാൻ രണ്ടാമത്തത് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. 11 വേക്കൻസി ഇതിലുണ്ട്. ഇതിൽ OBCക്ക് 2, SCക്ക് 1, EWSന് 1 ആൻഡ് ജനറലിന് 7 വേക്കൻസി ഉണ്ട്. പക്ഷേ ഇവിടെ STക്ക് വേക്കൻസി നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ST കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ഇല്ലാന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് 23,000 പെർ മന്താണ് നിങ്ങൾക്ക് അതിൻ്റെ റിമ്യൂണറേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് കണക്കാക്കുന്ന തീയതി 26/8/2024 നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞ ആയിരിക്കണം. പിന്നെ 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന HT LT ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷനിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ താല്പര്യമുള്ള, നിങ്ങൾ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിലെ അപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ കൊടുക്കുക. അത് നമ്മളിത് ഫില്ല് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോമാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ വെക്കുന്നത് അതിൻ്റെ എല്ലാം നമ്മൾ ഈ പറയുന്ന അറ്റസ്റ്റഡ് കോപ്പി നമ്മൾ എല്ലാം അതിൻ്റെ കൂടെ വെക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എല്ലാം അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി വെക്കണം. ഓക്കെ, ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാൽ സ്പോക്കൺ, റിട്ടൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ അറിയെങ്കിൽ അത് കൊടുക്കാം. ഇത് ഇംഗ്ലീഷ് എഴുതാൻ അറിയെങ്കിൽ ഇംഗ്ലീഷ് കൂടെ എഴുതി കൊടുക്കാം. മലയാളം അങ്ങനെ, ദെൻ ഹിന്ദി അങ്ങനെ എഴുതി കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക്. ദെൻ മറ്റെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിവിടെ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അക്കാദമിക്കലായുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ. പ്ലേസ് ഡേറ്റ് ചെയ്താൽ ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഈ ഭാഗം നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഈ 2 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇത് നല്ല നീറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എലിജിബിൾ ആയിട്ട് നിങ്ങളത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം എന്താണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റും അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. അതിൻ്റെ കൂടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കണം. ഓക്കെ,
ലേറ്റസ്റ്റ് ആയിട്ടൊരു CV നമ്മൾ എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ CV എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാൽ വീഡിയോസ് കാണാം. അത് മാത്രമല്ല ഞാൻ നമ്മുടെ സൈറ്റിലിടാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. അപ്പോൾ CV വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ CV വേണം, പിന്നെ അതുപോലെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അറ്റസ്റ്റഡ് കോപ്പീസ് വേണം. പിന്നെ നിങ്ങൾ SC OBC അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് അതിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ വെക്കാം. എല്ലാത്തിൻ്റെയും എന്താണ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ വെക്കുക കേട്ടോ, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ വേണം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ നിങ്ങൾ വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പോസ്റ്റൽ കവറിൽ. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട മേൽവിലാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാൻ സെക്രട്ടറി കൊച്ചിൻ പോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് വില്ലിംഗ്ടൺ ഐലാൻഡ്, അതുപോലെ തന്നെ കൊച്ചിൻ കേരള, പിൻകോഡ് 682009. ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ഈ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി, അവിടെ എത്തേണ്ട അവസാന തീയതിയാണ് ഇവിടെ പറയുന്നത് 26/8/2024 കേട്ടോ. 26/8/2024 മുന്നായിട്ട് അവിടെ എത്തണം. അതിൻ്റെ മുകളിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വാചകം എഴുതണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നെയ്ത. ഇവിടെ നിങ്ങൾ ഫ്രം ടു ഒക്കെ എഴുതില്ല, അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് സൂപ്പർവൈസർ ആണെങ്കിൽ ഇലക്ട്രിക് സൂപ്പർവൈസർ എന്ന് കൊടുക്കുക, ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകമായിട്ട് അതിൻ്റെ മേലെ മെൻഷൻ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഇയർ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എക്സ്പീരിയൻസും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുക നമ്മുടെ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും, അത് അവർ ഡിസൈഡ് ചെയ്യും. അത് നമ്മളെ ഇമെയിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID വഴി നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇമെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് നിങ്ങൾക്ക് തീർപ്പാക്കുന്നതിന് വേണ്ടി ആ നമ്പർ, ഫോൺ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റിന് പോകുമ്പം നമ്മൾ എന്താണ് അപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്ത ആ ഒരു എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ കൂടെ CV വെക്കുക. ദെൻ നമ്മൾ ആവശ്യമുള്ള എല്ലാ രേഖകളുടെയും ഫോട്ടോസ്റ്റാറ്റ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അറ്റസ്റ്റ് എന്നേ ഇവിടെ പറയുന്നുള്ളൂ, ഗസറ്റഡ് ഓഫീസർ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താലും മതി, അത് വാലിഡ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഫീയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. 3 വർഷത്തേക്കാണ് നിയമനം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ സൈഡിലേക്കായിരിക്കും നിങ്ങൾ വരാൻ. കാരണം കൊച്ചിൻ പോർട്ട് ടെസ്റ്റ് ആയിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് താഴെ നീക്കി കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ച ഈ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിൻ്റെ താഴെ ഈ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഞാൻ എങ്ങനെയാണ് താഴെ ഇവിടെ ഈ ഒരു രണ്ടാമത്തെ സെക്കൻഡ് റോയിൽ ഞാൻ എങ്ങനെയാണ് നമുക്ക് CV ഉണ്ടാക്കുന്ന എന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഇവിടെ ഇടയിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.